പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട PC, ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട ബാബുരാജ്, പ്രിയങ്കരനായ മോഹനൻ ചേട്ടൻ, അങ്ങനെ പരിചിതരും പ്രിയപ്പെട്ടവരുമായ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സനാതനധർമ്മം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ കേന്ദ്രം. ഞാൻ ഈ സനാതനധർമ്മത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ പറഞ്ഞത് സനാതനധർമ്മം എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി പോലെ നിർമൂലനം ചെയ്യപ്പെടേണ്ടതാണ്, അനിഹിലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ സനാതനധർമ്മത്തിന് ഒരു ബദലില്ല. അത് ഉന്മൂലനം ചെയ്യപ്പെട്ടാൽ മാത്രമേ പുതിയൊരു വ്യവസ്ഥ രൂപീകൃതമാവൂ എന്നതാണ്. ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു തത്വചിന്താ വിഷയമായി നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ വർത്തമാനകാലത്തിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അനിഹിലേഷൻ ഓഫ് സനാതനധർമ്മം തന്നെയാണ്. ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ അനുദിനം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ അനുദിനം ഇടപെട്ട് നമ്മളെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതനധർമ്മം നമ്മുടെ രാജ്യത്തിൻ്റെ അതിൻ്റെ ഒരു ആത്മസത്തയെ തന്നെ നിരാകരിച്ചുകൊണ്ട് രാഷ്ട്ര ശരീരത്തിൻ്റെ കേന്ദ്ര പ്രമേയമായി സനാതനധർമ്മം എന്ന് പറയുന്ന ആശയം മാറിക്കഴിഞ്ഞു. ഇനി പുതുതായിട്ട് മാറേണ്ട ഒന്നല്ല, അത് മാറിക്കഴിഞ്ഞ ഒരവസ്ഥാവിശേഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഭരണഘടനയുടെ അന്തസത്തയെ തന്നെ നിർവീര്യമാക്കിക്കൊണ്ട് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാന ആശയങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ച ഈ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കൂടുതൽ വിശദമായിട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ പൊതുചർച്ചയുടെ വിഷയം തന്നെ എന്താണ് സനാതനധർമ്മം, എന്താണ് സനാതനധർമ്മം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെയാണിത് മനുഷ്യവിരുദ്ധമായിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് മാനവികമായ എല്ലാ മൂല്യങ്ങൾക്കും ഘടകവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രമായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിണറായി വിജയൻ ശിവഗിരിയിൽ പറഞ്ഞത് സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് എന്നാണ്. വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് സനാതനധർമ്മം എന്നാണ്. മറ്റൊരിക്കൽ ഇത് കേരളത്തിൽ പറഞ്ഞത് 1950 ശിവഗിരിയിൽ നടന്ന തീർത്ഥാടനത്തോടനുബന്ധിച്ചെന്ന പ്രഭാഷണത്തിൽ നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മം തന്നെയാണ് എന്ന് പറഞ്ഞത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പന്. അയ്യപ്പൻ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ ധർമ്മം വർണ്ണാശ്രമധർമ്മം ആയതുകൊണ്ടാണ് ബുദ്ധനെ പോലെയുള്ളവർ ധർമ്മത്തെ സൂചിപ്പിക്കാൻ, നൈതികമായ മൂല്യങ്ങളെ സൂചിപ്പിക്കാൻ സദ്ധർമ്മം എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് സഹോദരൻ അയ്യപ്പൻ അതേ വേദിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഭരണഘടനാ ധാർമ്മികത എന്നൊക്കെ പറയുമെങ്കിലും പലരുടെയും മനസ്സിലുള്ളത് ഈ ചിരപുരാതനമായ ധാർമ്മിക മൂല്യങ്ങളാണ്. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെന്ന് പറയുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പുതിയ വാക്കുകൾ, ആധുനികമായ അർത്ഥത്തിലുള്ള നീതിബോധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ചില പുതിയ പദാവലികൾ തന്നെ നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുമ്പോൾ പോലും സാധാരണക്കാരുടെ മനസ്സിൽ ഈ മഹാഭാരതത്തിലേക്ക് ധർമ്മത്തെ സംബന്ധിച്ച ബ്രാഹ്മണിക സങ്കല്പങ്ങളാണ് പലരുടെയും മനസ്സിലുള്ളത്. എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിൽ നടക്കുന്ന ഗവേഷണങ്ങൾ അത്തരത്തിലുള്ള ഒന്നായതുകൊണ്ടാണ്.
ധർമ്മത്തെ സംബന്ധിച്ച് ചില ഗവേഷണങ്ങൾ സംസ്കൃത സാഹിത്യത്തിലൊക്കെ നടക്കുന്നുണ്ട്. അത്തരം ഗവേഷണ പ്രബന്ധങ്ങളിൽ പറയുന്നത് ധർമ്മം എന്ന് പറയുന്ന ആശയം വലിയ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയാണ് ധർമ്മം എന്നാണ് ഇത്തരം പ്രബന്ധങ്ങളിലൊക്കെ പൊതുവെ പറഞ്ഞു വെക്കാറ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ധർമ്മം എന്താണ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ഈ സംസ്കൃത സാഹിത്യം മുന്നോട്ട് വെക്കുന്ന ധർമ്മസങ്കല്പം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ആശയത്തിലേക്ക് കടക്കുന്നതിന് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ടൊരു കഥയായിട്ട് എനിക്കത് തോന്നുന്നതുകൊണ്ടാണ് ആ കഥയിലൂടെ ഈ ആശയം കൂടുതൽ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നത്. മഹാഭാരതത്തിലെ കഥയാണ്. ഒരിക്കൽ ശ്വേതകേതുവും അദ്ദേഹത്തിൻ്റെ പിതാവും നോക്കിയിരിക്കെ ഒരു ബ്രാഹ്മണൻ ശ്വേതകേതുവിൻ്റെ മാതാവിൻ്റെ കരം ഗ്രഹിച്ച് വരൂ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബലമായി പിടിച്ചു വലിച്ചു. ഈ ശ്വേതകേതുവിനെ നമുക്ക് ഉപനിഷത്തുകളിലും കാണാം. ഉപനിഷത്തിലും ശ്വേതകേതു വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വെച്ച്, ശ്വേതകേതുവിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ മാതാവിനെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ആരാണ്? മറ്റൊരു ബ്രാഹ്മണൻ. ഇത് കണ്ട ശ്വേതകേതു തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇത് തടയണം. തൻ്റെ മാതാവിനെ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും? ഈ പ്രവൃത്തി തടയണ്ടേ? ശ്വേതകേതുവിൻ്റെ പിതാവായ ഉദ്ദാലകൻ അത് തടയാൻ ഒരുങ്ങിയതേയില്ല. ഉദ്ദാലകൻ തൻ്റെ മാതാവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ശ്വേതകേതുവിനെ തടയുക ചെയ്തത്. യഥാർത്ഥത്തിൽ ഉദ്ദാലകൻ ചെയ്യേണ്ട എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രാണപ്രേയസിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ബ്രാഹ്മണനെ തടയുകയാണ് വേണ്ടത്. പക്ഷെ അദ്ദേഹം തടഞ്ഞില്ല. അദ്ദേഹം തൻ്റെ പുത്രനെ തടയുക ചെയ്തത്. അരുത് പുത്ര, അദ്ദേഹം പിടിച്ചു വലിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്നാണ്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഈ ശബരിമലയിലെ മേൽശാന്തി നിയമനം കൂടെ നമ്മുടെ മനസ്സിൽ വെക്കണം. കാരണം ശബരിമല മേൽശാന്തി നിയമന സന്ദർഭത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക അഫിഡവിറ്റ് കൊടുത്തത് ബ്രാഹ്മണർ പ്രത്യേക വർഗമാണെന്ന്. അപ്പോൾ ഈ മാർസിൻ്റെ വർഗസിദ്ധാന്തമൊക്കെ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഈ ക്ലാസ് എങ്ങനെയാണ്. എന്തായാലും ഉദ്ദാലകൻ ശ്വേതകേതുവിനെ വിലക്കി. എന്നിട്ട് പറഞ്ഞു, എല്ലാ വർണ്ണങ്ങളിലുമുള്ള സ്ത്രീകൾ സ്വതന്ത്രരാണ്. ഗോക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് മനുഷ്യർ. അതുകൊണ്ട് നിന്റെ മാതാവിനെ ആ ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ. മാതാതകോപ കാർഷീസ്ത്വം യേശധർമ്മ സനാതന അനാവൃതാഹി സർവേഷാം വർണ്ണാനാം അങ്കനാ ഭുവി യഥാ ഗാവ സ്ഥിതാസ്താദ സ്വേസേ വർണ്ണേ തഥാ പ്രജ. ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നത് എന്താണ്? മാ താത കോപം, അല്ലയോ പുത്ര കോപമരുത്. യേശധർമ്മ സനാതന, നിന്റെ മാതാവിനെ ഈ ബ്രാഹ്മണൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതാണ് സനാതനമായ ധർമ്മം. യേശധർമ്മ സനാതന. നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അമ്മയെ ഒരു ബ്രാഹ്മണൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് സനാതന ധർമ്മം. ഇതാണ് എക്കാലത്ത് നിലനിൽക്കേണ്ട ധർമ്മം എന്നാണ് മഹാഭാരതം പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ ധർമ്മം ആധുനിക കാലത്ത് നിലയിൽ വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് പല രീതിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ശബരിമല മേൽശാന്തി നിയമനം നമ്മുടെ മനസ്സിൽ വെക്കണമെന്ന് പറയാൻ കാരണം. മറ്റു മനുഷ്യരെ ബലമായി പുറന്തള്ളിയിട്ടാണ് അത് ബ്രാഹ്മണന് മാത്രമായിട്ട് നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പാചകക്കാരനെ വേണം. ആ പാചകക്കാരൻ വേറൊന്നിനുമല്ല, സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങൾ അരിയണം, അതിനകത്ത് കായപ്പൊടി ചേർക്കണം, ഇത്രേ വേണ്ടൂ. അതിന് പക്ഷേ ഒരു ബ്രാഹ്മണൻ തന്നെ കായം കലക്കിയാലേ മതിയാവൂ എന്ന പിടിവാശിയുടെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തിടെ കണ്ടു കാണും, ഗൗതം മേനോൻ പറഞ്ഞത്
ജാതി മുഴുവൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനിയും ജാതിയുടെ പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല. ജാതി വ്യവസ്ഥ കഴിഞ്ഞു പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഗൗതം മേനോൻ എന്ന. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അറ്റത്തുള്ള മേനോനെ അദ്ദേഹം കാണുന്നതില്ല. ഇങ്ങനെയാണ് സനാതനം നിലനിൽക്കുന്നത്. സനാതനം നമ്മുടെ കാലത്ത് നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മേനോൻ, നായർ, പല പേരുകളുണ്ടല്ലോ, ഭട്ടതിരിപ്പാട്, നമ്പൂതിരിപ്പാട്, ഇത്തരം പേരുകളിലൂടെയാണ് സനാതന ധർമ്മ മൂല്യ വ്യവസ്ഥ ആധുനിക കാലത്ത് നിലനിൽക്കുന്നത്. പക്ഷേ വലിയ 916 പുരോഗമനകാരികളുടെ പേരിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ നാമങ്ങളുണ്ട്. വലിയ മാർക്സിസ്റ്റുകളാണ്, വലിയ പുരോഗമനകാരികളാണ്, വലിയ വിപ്ലവകാരികളാണ്. പക്ഷേ ഈ വിപ്ലവകാരികളുടെ എല്ലാം പേരിൻ്റെ അറ്റത്ത് എന്ത് കാണും? ഇതുപോലൊരു സവർണ ജാതി വാല് കാണും. ഇതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥ ആധുനിക കാലത്തും ഉടവ് തട്ടാതെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു സനാതനികൾ. യഥാർത്ഥത്തിൽ സനാതനികളെന്ന് വിളിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ഈ ജാതിവാലുകാരെ നമ്മൾ വിളിക്കേണ്ട പേര് സനാതനികളെന്നാണ്. അവരാണ് യഥാർത്ഥ സനാതനികൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സനാതന ധർമ്മ വ്യവസ്ഥ ശാശ്വതമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. എന്തിനെതിരായി? ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി. ഇന്ത്യൻ ഭരണഘടന അയിത്ത നിയമം മൂലം നിരോധിക്കുമ്പോൾ സനാതനധർമ്മം അയിത്തത്തെ ഒരു ശാശ്വതമായ വ്യവസ്ഥയായി കാണും. ഇന്ത്യൻ ഭരണഘടന തുല്യത അടിസ്ഥാനപരമായ ഒരു പ്രധാനപ്പെട്ട ആശയമായി ഉയർത്തിപ്പിടിക്കുമ്പോൾ സനാതനധർമ്മം തുല്യതയ്ക്ക് പകരം ശ്രേണീകൃത അസമത്വമാണ് ഏറ്റവും പ്രധാനമെന്ന് കാണുന്നു. ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് തുല്യമായ പദവിയെ വിഭാവനം ചെയ്ത് അതിനെ സാമൂഹ്യ പ്രയോഗ രൂപമായി കൽപ്പിക്കുമ്പോൾ, അതിൻ്റെ പ്രായോഗിക രൂപങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ സനാതനധർമ്മം സ്ത്രീകൾ അസ്വതന്ത്രരാണെന്നും അവർ ത്രൈവർണിക പുരുഷ മേധാവിത്വത്തിന് കീഴിൽ കഴിയേണ്ടവരാണ് എന്നും ഉറപ്പിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്ന ആശയവ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ധർമ്മം എന്ന് പറയുന്ന ആശയം ആദ്യകാലത്ത് നിലവിൽ വന്നിരിക്കുന്നത് ഋഗ്വേദം മുതലായ ഗ്രന്ഥപാഠങ്ങളിലൂടെയാണ് ധർമ്മം എന്ന് പറയുന്ന ആശയത്തിൻ്റെ മൂലരൂപം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. അത്തരം ഗ്രന്ഥങ്ങളിൽ ധർമ്മം എന്നതുകൊണ്ട് അനുഷ്ഠാനപരമായ ഒരു ക്രിയ എന്നാണ് അർത്ഥം കാണുന്നത്. അനുഷ്ഠാനപരമായ ചില ക്രിയകൾ. അനുഷ്ഠാനപരമായ ക്രിയകൾ ആർക്ക് മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ? ബ്രാഹ്മണന് മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ. അഥർവവേദത്തിൽ അനുഷ്ഠാനങ്ങൾ നിർവചിക്കാനുള്ള യോഗ്യതയായി അഥർവവേദം ധർമ്മത്തെ കാണുന്നു. ഋതം സത്യം തപോരാഷ്ട്രം ശ്രമോ ധർമ്മശ്ച കർമ്മജ ഭൂതം ഭവിഷ്യാദുച്ഛിഷ്ടേ വീര്യം ലക്ഷ്മിർ ബലം ബലേ എന്ന് അഥർവവേദത്തിൽ പറയുന്നുണ്ട്. ധർമ്മത്തിന് 3 സ്കന്ധങ്ങളുണ്ടെന്ന് ചാന്തോക്യോപനിഷത്ത് പറയുന്നുണ്ട്. ധർമ്മത്തിന് 3 അവയവങ്ങളുണ്ട്. യജ്ഞം, അധ്യയനം, ദാനം എന്നിവയാണ് ഈ 3 അവയവങ്ങളെന്ന് പറയുന്നത്. അതിലത്തെ ആദ്യത്തെ സ്കന്ധം തപസ്സാണ്. രണ്ടാമത്തെ എന്താണ്? ആചാര്യകുലത്തിൽ ബ്രഹ്മചര്യയോടുകൂടി ശരീരം അത്യന്തം ക്ഷീണിപ്പിക്കുന്നതിനെയാണ് അധ്യയനം എന്ന് പറയുന്നത്. ദാനം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്കുള്ള ദാനമാണ്, എല്ലാവർക്കും ഉള്ള ദാനമല്ല. തൈത്തിരീയോപനിഷത്തിൽ പറയും സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം, സത്യം വദ ധർമ്മം ചര എന്നൊക്കെ പറയും. അപ്പോൾ സത്യം വദ ധർമ്മം ചര എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ വിശിഷ്ടമായ സാർവലൗകികമായൊരു തത്വമാണല്ലോ ഈ സത്യം വദ ധർമ്മം ചര എന്നൊക്കെ പറയുമ്പോൾ. സത്യം മാത്രം പറയണം, ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? സാർവലൗകികമായൊരു നന്മയുടെ മൂല്യമാണ് തൈത്തരീയോപനിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ സുകുമാർ അഴീക്കോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം തത്വമസി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി. തത്വമസി ഉൾപ്പെടെയുള്ള മഹാവാക്യങ്ങൾ അടങ്ങിയ ഉപനിഷത്തുക്കൾ ഇന്ത്യയുടെ ഘോരമായ ലോകത്തിന് മുമ്പിലുള്ള ഘോരമായ സംഭാവനയാണ് എന്ന് അഴീക്കോട് പ്രസ്താവിച്ചു. അദ്ദേഹം എറണാകുളത്ത് ഭാരതീയത എന്ന പേരിൽ തുടർച്ചയായിട്ടുള്ളൊരു പ്രഭാഷണ പരമ്പര തന്നെ നടത്തുന്നുണ്ട്. ആ പരമ്പരയിൽ അഴീക്കോട് പറയുന്നത് ശങ്കരാചാര്യരെ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ വെച്ച ഏറ്റവും ഉദാത്തമായ സംഭാവനയാണെന്നാണ് പറഞ്ഞത്. അദ്വൈത സിദ്ധാന്തവും ലോകത്തിന് മുമ്പിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന് അഴീക്കോട് പ്രസ്താവിച്ചു. പക്ഷേ നമ്മൾ അദ്വൈത ഭാഷ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്
എത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും സമത്വ വിരുദ്ധവുമായ ആശയങ്ങളാണ് ഈ പറയുന്ന ഉപനിഷത്തുകളിലൊക്കെ ഉള്ളടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് തൈത്തരീയ ഉപനിഷത്തിൽ പറയുന്നത് എന്താണ്? ധർമ്മം, ധർമാന്യപ്രമതിതവ്യം, ധർമ്മത്തിൽ നിന്ന് തെറ്റി ഒന്നും തന്നെ ചെയ്യരുത്, ധർമ്മത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. ഒറ്റവാക്യത്തിൽ കേൾക്കുമ്പോൾ വളരെ സുഖകരമായ ആശയമാണ് തോന്നുന്നത്. പക്ഷേ തൊട്ടടുത്ത വരി കൂടി വായിക്കുമ്പോഴാണ് ധർമ്മം എന്നത് കൊണ്ട് എന്താണ് തൈത്തരീയ ഉപനിഷത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമാകത്തുള്ളൂ. ആ വരി ഉദ്ധരിക്കാം. നോ ഇതരാണി ഏകേ ചാസ്മാം ശ്രേയാംസോ ബ്രാഹ്മണാഹ തേഷാം ത്വ ആസനേന പ്രശ്വസിതവ്യം. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് ആസനം മുതലായത് നൽകി അവരുടെ ക്ഷീണം തീർക്കാൻ സഹായിക്കണം. ഇതാ ധർമ്മം എന്ന് പറയുന്നത്. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് ആസനം മുതലായത് നൽകി അവരുടെ ക്ഷീണം തീർക്കാൻ സഹായിക്കണം. നിങ്ങൾ നോക്കൂ, ഉപനിഷത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ എല്ലാ മനുഷ്യരെയും സഹായിക്കണമെന്ന് ഒരു വരി ഏതെങ്കിലും ഉപനിഷത്തിൽ കാണുമോ? ഒരു ഉപനിഷത്തിലും ഇല്ല. നിങ്ങളെല്ലാ മനുഷ്യരെയും സഹായിക്കണം, പാവങ്ങളെ സഹായിക്കണം, ദരിദ്രരെ സഹായിക്കണം, മർദ്ദിത ജനകോടികളെ സഹായിക്കണമെന്നൊരു വാക്ക് നമുക്ക് ഉപനിഷത്തിൽ കണ്ടെത്താൻ കഴിയുമോ? ഇല്ല, ഇല്ല. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിലാണ് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചാന്തോക്യോപനിഷത്തിലാണ്. അപ്പോൾ എന്താണ് ഈ തത്വമസിയുടെ അർത്ഥം? വേറൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ രണ്ട് ബ്രാഹ്മണർക്ക് മാത്രം പരസ്പരം പറയാൻ കഴിയുന്നൊരു വാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. തത് ത്വമസി, അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണനാകുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു വാക്ക് ചാന്തോക്യോപനിഷത്തിൽ നമ്മൾ കാണുന്നു. അത് പിന്നീട് നമ്മൾ കാണുന്നത് രാമായണത്തിലാണ്. രാമായണത്തിൽ ആ വാക്യം പറയുന്ന സീതയാണ്. സീത രാവണനോടാണ് പറയുന്നത്, ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതുപോലെ അല്ലയോ രാവണ, നിനക്കെന്നെ സ്പർശിക്കാൻ അർഹതയില്ല എന്ന് പറയുന്ന ആരാണ്? വാൽമീകിയുടെ സീതയാണ് പറയുന്നത്. ഈ സീതയാണ് എല്ലാവരുടെയും, ഇന്ത്യയുടെ മുഴുവൻ സ്ത്രീകളുടെയും മാതൃകയായിട്ട് ഉയർത്തിക്കാണുന്ന സീതയാണ്. ഈ സീത ജാതിമൂല്യ വ്യവസ്ഥയുടെ ബ്രാഹ്മണിക പുരുഷ മേധാവിത്വത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമാണ്. അതുകൊണ്ട് ഉജ്ജ്വലം എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം തന്നെ ഉപയോഗിച്ചതാണ്. ബ്രാഹ്മണ പുരുഷ ത്രൈവർണിക മേധാവിത്വത്തിൻ്റെ പരിപാലകയും സംരക്ഷകയുമാണ് വാൽമീകിയുടെ സീത എന്ന് പറയുന്ന കഥാപാത്രം. അതുകൊണ്ടാണ് സീത പറയുന്നത്, ചണ്ടാളന്മാർക്ക് യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതുപോലെ അല്ലയോ രാവണ, നിനക്കെന്നെ സ്പർശിക്കാനും അർഹതയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാന്തോക്യ ഉപനിഷത്ത് വളരെ പ്രാചീനമായ ഉപനിഷത്താണ്. ആ പ്രാചീനമായ ഉപനിഷത്തിൽ എന്താണ് കാണുന്നത്? വളരെ കൃത്യമായ ജാതി വ്യവസ്ഥയെ പരിപാലിക്കുന്ന, ബ്രാഹ്മണിക മൂല്യവ്യവസ്ഥയെ പരിപാലിക്കുന്ന, വർണ്ണധർമ്മ ക്രമത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വ്യവസ്ഥാ പരിപാലന സിസ്റ്റമാണ് നമ്മൾ ചാന്തോക്യോപനിഷത്തിൽ കാണുന്നത്. ഈ ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് പൂന്താനം പാടിയിട്ടുണ്ടല്ലോ, ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുമെന്ന് പൂന്താനം പാടുന്നുണ്ട്. അതുപോലെ പാപികളാണ് പട്ടിയായും പന്നിയായും പിറക്കുന്നത് എന്ന് പറയുന്നത് ഈ ചാന്തോക്യോപനിഷത്തിലാണ്. പാപികളാണ് പന്നിയായി പിറക്കുന്നത് എന്ന്, സൂകരയോനിയിൽ പിറക്കുന്നത് എന്ന് പറയുന്നത് ഈ ചാന്തോക്യോപനിഷത്തിലാണ്. അപ്പോൾ ഇങ്ങനെ കർമ്മസിദ്ധാന്തം ആണ് ഇന്ത്യയുടെ ജാതിവർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ധാർമ്മിക ക്രമം എന്ന് പറയുന്നത്. ആ ധാർമ്മിക ക്രമത്തെയാണ് ചാന്തോക്യോപനിഷത്ത് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിനി മനുസ്മൃതിയിലൂടെ ഒക്കെ കടന്നുപോയാൽ മനുസ്മൃതിയിൽ എന്താണ് ധർമ്മം എന്ന് പറയുന്നത്, ഞാൻ ഇത്ര ആഴത്തിൽ സൂക്ഷ്മമായിട്ട് ഇതോടെ പറയാൻ കാരണം നമ്മുടെ പൊതുചർച്ചയുടെ വിഷയം സനാതനധർമ്മം എന്ത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരത്തുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രന്ഥപാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഇതെന്താണ് എന്ന് കൂടുതൽ ആഴത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പം മനുസ്മൃതിയിൽ പറയും, ഭഗവൻ സർവവർണ്ണാനാം യഥാവതന് പൂർവശഃ അന്തരപ്രഭവാണാം ച ധർമാൻ നോ വക്തുമർഹസി. മനുസ്മൃതി 1-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ധർമ്മങ്ങളെ വഴിപോലെ പറഞ്ഞു നൽകുക. അപ്പം മനുസ്മൃതിയിൽ ധർമ്മം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ജാതിധർമ്മത്തെ, ശ്രേണീകൃതമായ അസമത്വത്തെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന
ധാർമ്മിക വ്യവസ്ഥയാണ് മനുസ്മൃതി ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് സാർവജനീനവും സാർവലൗകികവുമായ സാമൂഹ്യ സമത്വത്തിൻ്റെ ആശയങ്ങളുമായി മനുസ്മൃതിയിലെ ധർമ്മം എന്ന് പറയുന്ന അർത്ഥത്തിന് യാതൊരു ബന്ധവുമില്ല. അത് സമ്പൂർണമായി സാഹോദര്യ വിരുദ്ധവും സമത്വ വിരുദ്ധവും സ്വാതന്ത്ര്യ വിരുദ്ധവുമായ ഒരു സങ്കല്പമാണ് മനുസ്മൃതിയിലെ ധർമ്മം എന്ന് പറയുന്ന ആശയം. ഇതേ സംഗതി യാജ്ഞവൽക്യ സ്മൃതിയിലും കാണാം. നമ്മൾ പൊതുവേ നിങ്ങൾ മനുസ്മൃതിയെ കുറ്റപ്പെടുത്തുകയാണ്, വേറെ നല്ല സ്മൃതികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് യാജ്ഞവൽക്യ സ്മൃതിയിലേക്ക് നോക്കാം. യാജ്ഞവൽക്യ സ്മൃതിയിൽ ഇതേ ആശയം തന്നെ കാണാം. യോഗീശ്വരം യാജ്ഞവൽക്യം സംപൂജ്യ മുനയോ അബ്രുവൻ വർണ്ണാശ്രമേതരേഷാം നോ ബ്രൂഹി ധർമാനശേഷതഃ. യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന മഹാമുനിയെ സമീപിച്ചിട്ട് ഋഷിമാർ ചോദിക്കുകയാണ്, വർണ്ണാശ്രമേതരേഷാം നോ ബ്രൂഹി ധർമാനശേഷതഃ, ഞങ്ങൾക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങൾ വേണ്ട പോലെ ഉപദേശിച്ചു തന്നാലും എന്നാണ്. അപ്പോൾ എന്താണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്? വർണ്ണവും ആശ്രമവും. വർണ്ണം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നാലായി തിരിക്കുന്ന വ്യവസ്ഥയുടെ പേരാണ് വർണ്ണം, വർണ്ണവ്യവസ്ഥ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായിട്ട് മനുഷ്യരെ നാലായി തരംതിരിക്കുന്നു. അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലാണ് പുരുഷ സൂക്തം ഉള്ളത്. ആ പുരുഷ സൂക്തത്തിൽ പറയും, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യത് വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. ബ്രാഹ്മണൻ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ, കൈകളിൽ നിന്ന് രാജന്യനുണ്ടായി. ഊരു തദസ്യത് വൈശ്യഃ, ഊരുക്കളിൽ നിന്ന് വൈശ്യനുണ്ടായി. പദ്ഭ്യാം ശൂദ്രോ അജായത, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. അപ്പോൾ പൊതുവേ ഉള്ളൊരു പ്രധാനപ്പെട്ട ആഖ്യാനം എന്ന് പറയുന്നത്, വിരാട് പുരുഷൻ്റെ ദിവ്യ ശരീരത്തിൽ നിന്നുണ്ടായ എല്ലാവരും തുല്യരാണ്. അധ്യാപകർ ബ്രാഹ്മണരാണ്, പട്ടാളക്കാർ ക്ഷത്രിയരാണ്, അതുകൊണ്ട് ഇവരെല്ലാം തുല്യരാണ് എന്ന് പറയുന്ന ചില പുതിയ സിദ്ധാന്തങ്ങൾ ചില ആളുകൾ വർണ്ണവ്യവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ വർണ്ണവ്യവസ്ഥയെ ന്യായീകരിക്കുന്ന ഇത്തരം കുൽസിത സിദ്ധാന്തങ്ങളെ ഇന്ത്യയിലെ പുരാണങ്ങൾ അംഗീകരിച്ചിട്ടേ ഇല്ല. ഭാഗവത പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. ഭാഗവത പുരാണത്തിൽ പറയുന്നത്, ഭാഗവത പുരാണം 11-ാം അധ്യായം 17-ാമത്തെ ശ്ലോകം, 17-ാമത്തെ സർഗം 13-ാമത്തെ ശ്ലോകത്തിൽ പറയും, വിപ്രക്ഷത്രിയ വിക്ഷൂദ്ര മുഖബാഹൂരുപാദജാഹ വൈരാജാത് പുരുഷാജാത യ ആത്മാചാരലക്ഷണഃ എന്ന് ഭാഗവത പുരാണത്തിൽ പറയും. വിരാട് പുരുഷൻ്റെ മുഖം, കൈ, തുട, പാദം എന്നീ അവയവങ്ങളിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെല്ലാം വിരാട് സ്വരൂപനായ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ്. ഇത് പറയുന്ന ആരാണ്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമെല്ലാം എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ്. ഭഗവത്ഗീതയിലെ ശ്ലോകം നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുരു ഇതിനെ നിരസിച്ചല്ലോ. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു എന്താണ്? ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ വർണ്ണം എങ്ങനെ നിശ്ചയിക്കാം? കരുണാർദ്രമായ തമാശയിൽ ചാലിച്ചു ഗുരുസ്വാമികൾ ചോദിച്ചു, ഇതെന്താ ചതുർവർണ്ണങ്ങൾ വിരാട് പുരുഷൻ്റെ വിവിധ അവയവങ്ങളിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയുന്നത് മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് ഗുരുസ്വാമികൾ ചാതുർവർണ്ണ്യത്തിൻ്റെ ഉൽപ്പത്തി സിദ്ധാന്തത്തെ കരുണയിൽ ചാലിച്ച് നിശിത വിമർശനം ചെയ്തു. സത്യത്തിൽ ഭാഗവത പുരാണ കർത്താവ് അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ച ഒരാളാണെങ്കിൽ നാരായണ ഗുരുവിൻ്റെ സ്റ്റഡി ക്ലാസ് കൊടുക്കേണ്ട, ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹത്തിനൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കണം. ഭാഗവത പുരാണത്തിൽ പറയും, വർണ്ണാനാമാശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോ നൃണാം നീചൈർ നീചോത്തമോത്തമൈഹി. വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മത്തിൻ്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതാണ്. ശ്രദ്ധിക്കേണ്ട വാചകമാണ്. വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മത്തിൻ്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതാണ്. അതിൽ താണസ്ഥലങ്ങളിൽ നിന്നുണ്ടായവർ താണവയും ഉത്കൃഷ്ടസ്ഥാനത്ത് നിന്നുണ്ടായവ ഉത്കൃഷ്ടങ്ങളായും ഭവിച്ചു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ശ്രേഷ്ഠരും ശൂദ്രർ നികൃഷ്ടരുമാണെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഭാഗവത പുരാണം. ഈ പുരാണ ഗ്രന്ഥമാണ് 7 ദിവസം എത്ര വിളക്കാ? 100 വിളക്ക് വരെ
വെച്ച് എണ്ണയൊഴിച്ച് ചിലവാക്കി അവലും പലരും വെച്ച് ജാതി വ്യവസ്ഥയെ പുകഴ്ത്തുന്ന പുസ്തകം 7 ദിവസം വായനയാണ്. സപ്താഹ യജ്ഞം എന്നാണ് അതിൻ്റെ പേര്. ഞാൻ താണവനായി തന്നെ ജീവിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് പോലെയാണ് ഈ ശ്ലോകം വായിക്കുന്നത്. വർണ്ണാനാം ആശ്രമാണാം ജന്മഭൂമി അനുസാരിണി. ജന്മത്തിൻ്റെയും ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്ഥാനം നിശ്ചയിക്കപ്പെടുക എന്ന് പറയുന്നത് വേദവ്യാസൻ എഴുതിയെന്ന് പറയുന്ന ഭാഗവത പുരാണത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം വിരാട് പുരുഷൻ്റെ അംഗത്തിലെ വർണ്ണങ്ങളെല്ലാം തുല്യമാണെന്ന വാദം ഭാഗവത പുരാണം തന്നെ ഖണ്ഡിക്കുന്നു. അപ്പം പൊതുവെ ഹിന്ദുത്വവാദികളായ സന്യാസിമാർ പറയുന്നത് എന്താണ്? വിരാട് പുരുഷൻ്റെ അവയവങ്ങളെല്ലാം വളരെ തുല്യമാണ്, അതുകൊണ്ട് ഈ അവയവങ്ങളിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിൽപ്പെട്ടവരെല്ലാം തുല്യരാണെന്നാണ് നമ്മുടെ ചില പുരോഗമന സ്വാമിമാർ വരെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ വാദത്തെ ഭാഗവത പുരാണം തന്നെ ഖണ്ഡിക്കുന്നു. ഭാഗവത പുരാണം പറയുന്നത് അങ്ങനെ തുല്യരല്ല, ബ്രാഹ്മണർ കൂടുതൽ ശ്രേഷ്ഠരും ശൂദ്രർ തീർത്തും അധമരുമാണ് എന്ന് പറയുന്നത് ഭാഗവത പുരാണത്തിലാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഭാഗവത പുരാണത്തിൽ തന്നെയാണ് കലിയുഗത്തിൽ ഒരവതാരമുണ്ടാകും എന്ന് പറയുന്നത്. എന്താണ് അവതാരം? ക്ഷീയമാണേഷു ദേഹേഷു ദേഹീനാം കലിദോഷതഃ വർണ്ണാശ്രമവതാം ധർമ്മി നഷ്ടേ വേദപദേ നൃണാം. ഭാഗവതം 12-ാം അധ്യായം 2-ാമത്തെ സർഗം 12-ാമത്തെ ശ്ലോകം. ദേഹികളുടെ ദേഹങ്ങൾ കലിദോഷത്താൽ ശക്തിഹീനങ്ങളായി തീരുകയും വർണ്ണാശ്രമികളുടെ വൈദിക ധർമ്മം നഷ്ടപ്രായമാവുകയും ചെയ്യും. അപ്പം കലിയുഗത്തിൽ സംഭവിക്കുന്ന എന്താണ്? വർണ്ണാശ്രമധർമ്മം ക്ഷയിക്കും. ഇത് കലിയുഗമാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ഈ കലിയുഗത്തിൻ്റെ കുഴപ്പം എന്താണ്? വർണ്ണാശ്രമധർമ്മം തകരും. എന്താണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പ്രത്യേകത? അത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് കൂടുതൽ ശ്രേഷ്ഠമായ സ്ഥാനവും ശൂദ്രർക്ക് ഏറ്റവും അധമമായ സ്ഥാനവും നൽകുന്ന ശ്രേണീകൃത സിസ്റ്റത്തിൻ്റെ പേരാണ് വർണ്ണാശ്രമധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന സനാതനധർമ്മം. കലിയുഗമാകുമ്പോൾ ഇത് തകരും. ഈ വർണ്ണാശ്രമധർമ്മം തകർന്ന് തരിപ്പണമാകും. ഇല്ലേ? യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? നാരായണ ഗുരുസ്വാമി ഏറ്റവും വലിയ ശത്രുവാണ്. കാരണം എന്താണ്? ഈ വർണ്ണാശ്രമധർമ്മം തകരാനാണ് നാരായണ ഗുരുസ്വാമികൾ പോരാടിയത്. ഈ വർണ്ണാശ്രമധർമ്മത്തെ തകർക്കാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പോരാടിയത്. ഈ വർണ്ണാശ്രമധർമ്മത്തെ തകർക്കാനാണ് മഹാത്മാ ഭൂലെ പോരാടിയത്. ഈ വർണ്ണാശ്രമധർമ്മത്തിനെതിരെയാണ് അയ്യങ്കാളി പോരാടിയത്. ഫാത്തിമയെ പോലെയുള്ള ആളുകൾ പോരാടിയത്. അപ്പം ആ പോരാട്ടത്തിനെതിരെയാണ് ഭാഗവത പുരാണം മുൻകൂട്ടി പറയുന്നു, കലിയുഗത്തിൽ വർണ്ണാശ്രമധർമ്മം തകരും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. പാഖണ്ഡ പ്രചുരേ ധർമ്മേ ദസ്യപ്രായേഷു രാജസു ചൗര്യ അനൃതവൃതാ ഹിംസ നാനാവൃത്തിഷു വൈ നൃഷു. ഭാഗവത പുരാണം 12-ാം അധ്യായം 2-ാമത്തെ സർഗം 13-ാമത്തെ ശ്ലോകം. ധർമ്മം നാസ്തിക സിദ്ധാന്ത പ്രചുരമാവുകയും രാജാക്കന്മാർ ചോരപ്രായരാവുകയും ജനങ്ങൾ മോഷണം, അസത്യം, വൃഥാഹിംസ മുതലായ വൃത്തികളോടുകൂടിയരാവുകയും ചെയ്യും. ഇത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഭാഗവത പുരാണം പറയുന്നത്. എന്താണ്? കലിയുഗത്തിൽ ആളുകളിടയിൽ നാസ്തികത പ്രചരിക്കും. ഈശ്വരവിശ്വാസം ഇല്ലാതാകുന്നു എന്നതിനല്ല, എന്നത് മാത്രമല്ല നാസ്തികത എന്നതിൻ്റെ അർത്ഥം. നാസ്തികത എന്നതുകൊണ്ട് ആർഷഭാരത സിദ്ധാന്തം അർത്ഥമാക്കുന്നത് വൈദിക ധർമ്മങ്ങളിൽ വിശ്വസിക്കാത്തവരെന്ന. നാസ്തികർ എന്ന് ബ്രാഹ്മണർ വിളിക്കുന്ന ആരെയാണ്? വൈദിക ധർമ്മത്തിൽ വിശ്വസിക്കാത്തവരെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ മൂല്യവ്യവസ്ഥയെയും ബ്രാഹ്മണരെയും വർണ്ണാശ്രമധർമ്മത്തെയും വിശ്വസിക്കാത്തവരെ മുഴുവൻ ഇന്ത്യൻ ബ്രാഹ്മണ്യെ അടയാളപ്പെടുത്തിയത് നാസ്തികർ എന്ന പേരിലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. കലിയുഗമാകുമ്പോൾ എന്ത് സംഭവിക്കും? നാസ്തികത എങ്ങും പടരും. കഴിഞ്ഞില്ല. ശൂദ്രപ്രായേഷു വർണ്ണേഷു ചാകപ്രായാസു ധേനുഷു ഗൃഹപ്രായേഷ്വാശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു. വർണ്ണങ്ങൾ ശൂദ്രപ്രചുരവും പശുക്കൾ ആടുകൾക്ക് തുല്യവും
ആശ്രമങ്ങൾ വെറും ഭോഗസ്ഥാനങ്ങൾ മാത്രമാവുകയും ചെയ്യും. ഇത് കേട്ടാൽ തോന്നും ആശ്രമങ്ങൾ മുമ്പ് ഭോഗസ്ഥാനം ആയിരുന്നില്ല എന്നാണ് തോന്നും. ആശ്രമങ്ങൾ മുഴുവൻ ഭോഗസ്ഥാനം തന്നെ ആയിരുന്നു. ഉദ്ദാലകൻ്റെ ആശ്രമത്തിൽ എന്താണ് സംഭവിച്ചത്? ഉദ്ദാലകൻ്റെ മുമ്പിൽ വെച്ചാണ് സ്വന്തം പത്നിയെ ഒരു ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പോയത്. ഒരു പ്രശ്നവും ഉദ്ദാലകന് തോന്നിയില്ല. ഏഷധർമ്മ സനാതന, ഈ ധർമ്മമാണ് സനാതനമെന്നാണ് ഉദ്ദാലകൻ തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ ഉപദേശിച്ചത്. ഇങ്ങനെ എത്രയോ കഥകൾ പറയാൻ. ഋഗ്വേദത്തിൽ യമയമീ സംവാദം ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള, പക്ഷേ അത് വീണ്ടും വീണ്ടും പറയണം. ചില കാര്യങ്ങൾ കൂടുതൽ തവണ പറയേണ്ടതായിട്ട് വരും. വള്ളത്തോൾ മനോഹരമായി യമയമീ സംവാദം തർജ്ജമ ചെയ്തിട്ടുണ്ട്. നീലവിശാലമാമൻകടലിൽ ഏകാന്തമാമീ മണൽ തുരുത്തിൽ ആമോദമുൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവമാസ്വദിക്കാൻ എൻ പ്രിയ സോദരനാകും നിന്നെ വൻപെരുമീ ഞാൻ ക്ഷണിച്ചിടുന്നു. സഹോദരിയായ യമി യമനോട് പറയുകയാണ്, ഇവിടെ വെറുതെ ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്, നേരം പോക്കാണ്, വരൂ നമുക്ക് കാമലീലോത്സവം ആസ്വദിക്കാം. ദയാനന്ദ സരസ്വതി പറഞ്ഞ വേദങ്ങളിലേക്ക് മടങ്ങാനാണ്. യമയമീ സംവാദത്തിലേക്ക് മടങ്ങിയാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ കൂടുതൽ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒറ്റ കമൻ്റേ ചെയ്യുന്നു. വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്കൂളുകളിൽ ചെയ്യുന്നൊരു പ്രതിജ്ഞ ഉണ്ടല്ലോ, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ നമ്മൾ പറയുന്നു. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഈ വ്യവസ്ഥയിലേക്ക് നമ്മൾ നടന്നു പോയാൽ എന്തായിരിക്കും? അപ്പം വേദങ്ങളിലേക്ക് മടങ്ങാൻ ദയാനന്ദ സരസ്വതി പറയുന്നതിൻ്റെ അർത്ഥം ഈ ചാതുർവർണ്ണയ സിദ്ധാന്തത്തിലേക്ക് മടങ്ങാനും ആ ചാതുർവർണ്ണയ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യർ ഒരു ജീവിത മൂല്യം രൂപീകരിക്കണമെന്നാണ്. ആ ജീവിത മൂല്യം എന്ന് പറഞ്ഞാൽ ഹിംസാത്മകമായ ഒരു ജീവിത മൂല്യമാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്.